പ്രിയങ്ക വദ്ര സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ ടൗൺഷിപ്പിലേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ദുരന്ത ബാധിതർക്കായി ലോകോത്തര മാതൃകയിൽ സർക്കാർ നിർമ്മിച്ച ഈ ടൗൺഷിപ്പ് കാണാനായി വയനാടിന്റെ MP എത്തുന്നു. അത് സംസ്ഥാന സർക്കാരിന് കൂടിയുള്ള അംഗീകാരമാണ് എന്ന് വേണം കരുതാൻ. കാരണം അതുവരെ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചിരുന്ന പ്രതിപക്ഷമടക്കം ഇത് കാണേണ്ടതുണ്ട്. കാരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ MP അടക്കം ഇത് കാണാനായി എങ്ങനെയാണ് ടൗൺഷിപ്പിന്റെ പ്രവൃത്തി നടന്നത് എന്ന് കാണാനായി എത്തിച്ചേരുന്നത്. അത് തന്നെയാണ് ജോഷ്ല. ഒരുപക്ഷെ വയനാട് ദുരന്തബാധിതർക്ക് ഒരു നയാ പൈസ പോലും നൽകിയില്ലെങ്കിലും ദുരന്തബാധിതരെ പറ്റിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയായി വയനാട് MP അവിടെ എത്തിച്ചേരുമ്പോൾ ജനങ്ങൾക്കും ഏറെക്കുറെ ഒരേ കാര്യങ്ങൾ പറയാനുണ്ടാകും. ₹1 MP നൽകിയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അങ്ങനെ തന്നെ മുഴച്ചു നിൽക്കുകയാണ്. തീർച്ചയായും അന്ന് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യത്തിന് അവർ നൽകിയ മറുപടി എന്തിനാണ് സംസ്ഥാന സർക്കാരിന് നൽകുന്നത് എന്നുള്ളതായിരുന്നു. എന്തിനാണ് സംസ്ഥാന സർക്കാരിന് പണം നൽകുന്നത്, ദുരന്തബാധിത ഫണ്ടിലേക്ക് എന്തിന്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എന്തിന് പണം നൽകുന്നു എന്നുള്ളതിന് മറുപടിയാണ് ഈ ടൗൺഷിപ്പ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം എങ്ങനെയാണ് ഒരു പുനരധിവാസ പ്രവർത്തനം അത് ലോകത്തിന് തന്നെ മാതൃകയായ വിധത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിൽ ഒരു ദുരന്തബാധിതരായ ആളുകൾക്ക് ദുരന്തബാധിതരായ ഓരോരുത്തർക്കും എങ്ങനെ പുനരധിവാസം സാധ്യമാക്കണം, അത് മാതൃകാപരമാണ് എല്ലാ കാര്യത്തിലും. Okay, and one major accusation now is happening is the LDF is saying that Priyanka Gandhi and Rahul Gandhi has not contributed anything towards the CMDRF from their MP fund. Our parties, and as you know, today also we're going to be inaugurating the housing, etc. And I think that we've done quite a lot. But you have not given anything from the MP fund, they are saying, to the CMDRF. So we don't have to give it to them. We have to give it to the victims of the disaster. Okay. Build a staircase. Yeah. In case if they do want to extend, they can do it themselves. They can do it. They have permission to build? Yes, they do. This is allowed. With our Hello, Tony. Okay. Break up. Would you like to break up? You like the comment. You like the